ഹായ് ഫ്രണ്ട്സ്, മാർച്ച് 1 മുതൽ ആരംഭിക്കുന്ന +1 ആൻഡ് +2 എക്സാമിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർച്ച് 1 തന്നെ എക്സാം ആരംഭിക്കുന്നുണ്ട്. മാർച്ച് 1 ഫ്രൈഡേ ആണ്. +1 സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് എല്ലാ സെക്കൻഡ് ലാംഗ്വേജുകാർക്കും ബാധകമാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. +2 വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. കൂടുതൽ കുട്ടികൾ എഴുതുന്നത് ഫിസിക്സ് ആയിരിക്കും. പിന്നെ അടുത്ത എക്സാം 5-ാം തീയതിയാണ്, ട്യൂസ്ഡേ. +1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷാണ്. +2 വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, ജേർണലിസം, ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ അടുത്ത എക്സാം 7-ാം തീയതി തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ച. +1 വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. +2 വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജും വരുന്നുണ്ട്. അതായത് അറബിയൊക്കെ ലാംഗ്വേജായി എടുത്ത് അറബി ലാംഗ്വേജൊക്കെ മെയിൻ ഓപ്ഷനായിട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ട്. അവർക്ക് ആ എക്സാം, അതായത് ലാംഗ്വേജസ് മെയിൻ ഓപ്ഷനിൽ ഒരു പേപ്പർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് പാർട്ട് 3 ലാംഗ്വേജ്. അതുപോലെ സംസ്കൃത ശാസ്ത്രയും സൈക്കോളജിയും അതേ ദിവസം തന്നെയാണ് വരുന്നത്. പിന്നെ 14-ാം തീയതി തേഴ്സ്ഡേ ആണ് വരുന്നത്. 14-ാം തീയതി തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ, അതായത് 7-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വ്യാഴാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. +1 വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത ശാസ്ത്രയും സൈക്കോളജിയും വരുന്നുണ്ട്. +2 വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും വരുന്നുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചറാണ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും വരുന്നുണ്ട്. പിന്നെ 16-ാം തീയതി സാറ്റർഡേ ഇക്കണോമിക്സ് ആണ്. +1 വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് എക്സാം 14-ാം തീയതി സാറ്റർഡേ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇലക്ട്രോണിക് സിസ്റ്റം കൂടി വരുന്നുണ്ട്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് ആണ് മെയിൻലി വരുന്നത്. അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റം ഒരു പേപ്പറായി വന്നവർക്ക് അതും വരുന്നുണ്ട്. അതുപോലെ +2 വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി, ജിയോഗ്രാഫി, ജിയോളജി, സോഷ്യൽ വർക്ക്, മ്യൂസിക്. പിന്നെ 19-ാം തീയതിയാണ് എക്സാം. +1 വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി, ജിയോഗ്രാഫി, ജിയോളജി, സോഷ്യൽ വർക്ക് ആൻഡ് മ്യൂസിക് ആണ്. +2 വിദ്യാർത്ഥികൾക്ക് ബയോളജി വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ്, അതുപോലെ സാൻസ്ക്രിറ്റ് സാഹിത്യം വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറും വരുന്നുണ്ട്. പിന്നെ 21-ാം തീയതിയാണ്. 21-ാം തീയതി +1 വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, ജേർണലിസം, ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. എന്നാൽ +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും 21-ാം തീയതി ഇംഗ്ലീഷ് എക്സാമാണ്. പിന്നെ അടുത്ത എക്സാം 23-നാണ്. +1 വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. +2 വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. പിന്നെ 26-ാം തീയതിയാണ് എക്സാം വരുന്നത്, ലാസ്റ്റ് ഡേ എക്സാം. അത് +1 വിദ്യാർത്ഥികൾക്ക് ബയോളജി, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ്, സംസ്കൃത സാഹിത്യ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. +2 വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് എക്കണോമിക്സ് ആണ് വരുന്നത്. ലാസ്റ്റ് എക്സാം എക്കണോമിക്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റവും. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനാണ് വരുന്നത്. ഇലക്ട്രോണിക് സിസ്റ്റം ഓപ്ഷനിൽ വരുന്നവർക്ക് അതും കൂടി എക്സാം ഉണ്ട്. നിങ്ങളൊക്കെ ടൈം ടേബിളൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്നറിയാം. എങ്കിലും എക്സാം അടുത്ത് വരുന്ന ഈ ദിവസങ്ങളിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വെള്ളിയാഴ്ചയാണ് എക്സാം ആരംഭിക്കുന്നത്, മാർച്ച് 1-ാം തീയതി. എന്തായാലും നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നന്നായിട്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാത്തവർക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ, തുടങ്ങിയവർക്ക് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. നല്ല ഒരു എക്സാമായിട്ട് ഈ മാർച്ചിലത്തെ എക്സാം മാറണം. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിരിക്കണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.